ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആ പോലീസുകാരൻ അഞ്ജലി എടുത്ത് പറയുന്നുണ്ട്, എന്തായാലും പത്മയുടെ ഡെഡ് ബോഡി നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അതിനു മുമ്പ് പത്മേനെ കാണാൻ വേണ്ടി ശ്രമിക്കേണ്ട. കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, മനസ്സിലാവത്തില്ല, എല്ലാം കൂടി തുന്നി കെട്ടിയ രൂപത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സി അവിടെ നിന്ന് പോകാണ്. അത് കേട്ട് കഴിയുമ്പോഴേക്കും അഞ്ജലിയും അതുപോലെ തന്നെ അർജുനും ഭയങ്കര വിഷമപ്പോട്ടോ. അഞ്ജലി പൊട്ടിക്കരയാണ്. അഞ്ജലിനെ സമാധാനിപ്പിക്കാൻ അർജുനോട് ഒന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ശംഖുചക്രമാണ്. രാത്രി അവിടെ പത്മരിച്ചതിന്റെ ഒരു സങ്കടം ആർക്കും ഇല്ല കേട്ടോ. എല്ലാരും ഫോൺ നോക്കിയിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ കുറെ സംസാരവും കാര്യങ്ങളൊക്കെ. അവിടേക്ക് ദേഷ്യത്തിൽ കയറി വരുവാണ് അബി. എടി അനുപമേ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. അത് കേൾക്കുമ്പോഴേക്ക് രാഘവനെ അവിടെ നിന്നിട്ട് എന്താടാ മോനെ കാര്യം ചോദിക്കുമ്പോ അവളെവിടെ, എനിക്ക് അവളോടാ സംസാരിക്കേണ്ടത്. ആ അനുപമ എടുത്ത്, എടി അനുപമേ ഇറങ്ങി വാടി ഇങ്ങോട്ട് എന്ന് പറയാണ്. എന്താ അബി എന്ന് പറഞ്ഞിട്ട് അനുപമ വരുന്നുണ്ട്. അപ്പോഴേക്കും അബി ഒരു ഒറ്റയടി മുഖത്ത് വെച്ച് കൊടുക്കാണ്. നാണമില്ലാത്തൊരു പോലെ, നിനക്കൊരു നാണമില്ലടി, ഒരു പെണ്ണിനെ കൊലക്ക് കൊടുത്തിട്ട് വന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അബി വാട്ട് യു മീൻ? അബി എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ കൊലക്ക് കൊടുത്തുന്നോ? അതെ, പത്മേനെ കൊലക്ക് കൊടുത്തത് നീ ഒറ്റൊരുത്തിയാ. അത് കേൾക്കുമ്പോഴേക്കും രാഘവന് പറയണ്ടേ, എടാ നീ എന്തൊക്കെയാണ് പറഞ്ഞത്? പത്മയുടെ മരണം അതിനെക്കുറിച്ച് അനുപമക്കൊന്നും അറിയില്ല. അച്ഛൻ പത്മയുടെ മരണമെന്ന് പറയരുത്, ആ പത്മയുടെ കൊലപാതകം എന്ന് പറഞ്ഞാൽ മതി. ആ കൊല ചെയ്യാൻ കൂടെ നിന്നത് ഇവൾ ഒറ്റൊരുത്തിയ, ഇവളെല്ലാത്തിനും കാണാം എന്ന് പറയാണ്. ആദ്യം ഇവൾ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നു, എന്നിട്ട് അച്ഛന്റെ കൂടെ കൂടി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് ഇതൊരു അധോലോകമാക്കി മാറ്റിയിരിക്കുകയാണ്, ഒരു അന്ധകാരം പിടിച്ചൊരു വീട് പോലെ എന്ന് പറയാണ്. അബി എന്ന് പറയാനുണ്ടെങ്കിൽ നേരെ ചൊവ്വ പറ എന്ന് ഗോവിന്ദൻ പറയുമ്പോഴേക്ക് അബി പറയണേ, ഞാൻ പറയാം, ഇവളാണ് പത്മേനെ കൊലക്ക് കൊടുത്തത്. ഈ വീട്ടിൽ ഒരു പാവം പെൺകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വേണ്ട ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പി തന്ന് നടക്കുന്നുണ്ടെന്ന് പെൺകുട്ടി. നമുക്കെല്ലാവരും അവള് നല്ല സ്നേഹത്തിൽ നമ്മളെല്ലാരും പെരുമാറിക്കൊണ്ടിരുന്നതല്ലേ. എനിക്കും അർജുനേക്ക് ഞങ്ങളുടെ സ്വന്തം പെങ്ങളെ പോലെയായിരുന്നു, ദീപ്തിയെ പോലെ എന്നിങ്ങനെ പറയണ ആ ഒരു പാവം പെൺകുട്ടിനെ ഇവൾ ഇല്ലായ്മ ചെയ്ത്. അപ്പൊ ഞാനൊന്നും ചെയ്തില്ല, നീ ചെയ്തു. നിന്റെ ഗൂഢാലോചന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരു ദിവസം രാത്രി ഇവളുണ്ടല്ലോ, ഈ അനുപമ, ഇവള് കാവ്യേനെയും അവന്റെ അനിയൻ കാർത്തിക്കിനെയും കൂടി വിളിച്ചു വരുത്തി അവരോട് സംസാരിക്കാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. പത്മ ഒരിക്കലും കോടതിയിലേക്ക് എത്തരുതെന്ന്, പത്മ ഇപ്പൊ എവിടെയാ നിൽക്കുന്നതെന്നും അവളെ കൊല്ലണമെന്ന് കാർത്തിക്കിനോട് ഇവള് പറഞ്ഞത് ഞാൻ കേട്ടാണ്. ഇവളെ പറഞ്ഞ പോലെ തന്നെ ആ കാർത്തിക് കാര്യങ്ങളൊക്കെ ചെയ്തു. രാഘവന് പറയണ്ട്, നിർത്തടാ, ഒരിക്കലുമില്ല, കാർത്തിക് അല്ല അത് ചെയ്തത്. കാർത്തിക് ആ ഒരു പത്മ മരിക്കുന്ന സമയത്ത് കോടതിയിലുണ്ടായിരുന്നു. അച്ഛനത്ത് ഞാൻ പലവട്ടം പറഞ്ഞു, മരണമെന്ന് പറയുന്നു, കൊലപാതകം എന്ന് പറ. എന്തായാലും ആ സമയം അവൻ കോടതിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോലും സത്യം അറിയണത്. അതും സത്യം എന്നത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വഴി തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടേക്ക് വിവരം അറിയിച്ചത്. അല്ലാതെ അവിടെ നിൽക്കുന്ന ആരും ആ വിവരം ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗോവിന്ദൻ പറഞ്ഞു, ഓ പിന്നെ കൊലപാതകം നടക്കുമ്പോ കൊലപാതകം അവിടെ തന്നെ ഉണ്ടാവുന്നു, ഒരു ഇതും ഇല്ല, കൊല ചെയ്തിട്ടായിരിക്കും അവൻ കോടതിയിലേക്ക് വന്നത് എന്ന് പറയണം. ഒരിക്കലുമില്ല, ഇവിടുത്തെ ആർക്കും അതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോ മുത്തശ്ശി പറഞ്ഞു, മോനെ അബേ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട. ആര് പറഞ്ഞു മുത്തശ്ശി കഴിഞ്ഞത് കഴിഞ്ഞു എന്ന്? ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ കൊല വിളിച്ചിട്ട് എല്ലാവർക്കും കൂടി കഴിഞ്ഞത് കഴിഞ്ഞു എന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? പറ, അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? അവള് ആ കാർത്തിക് എന്ന് പറഞ്ഞൊരുത്തൻ, അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാത്ത അവൻ ആ പത്മേനെ കയറി പിടിച്ചു. അപ്പൊ ഈ വീട്ടിലുള്ളവർ ആരുടെ കൂടെയാ നിൽക്കേണ്ടത്? പത്മയുടെ കൂടെ. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന പെണ്ണാണ് പത്മ. രാഘവൻ എന്ന് പറഞ്ഞ എന്റെ അച്ഛൻ എന്നിട്ട് എന്താ ചെയ്തത്? പത്മയുടെ കൂടെ നിൽക്കാതെ ആ പെണ്ണുപിടിയൻ കാർത്തിക്കിന്റെ കൂടെ പോയി നിന്നു, അവനക്ക് വേണ്ടി കേസ് ഏറ്റെടുത്തു. അത് കേൾക്കുന്ന രാഘവൻ പറയണ്ട്, അതെ, ഒരു വക്കീലിന ന്യായത്തിന്റെ നീതിയുടെ ഭാഗത്ത് ആരുടെ ഭാഗത്താ തെറ്റ്, ആരുടെ ഭാഗത്താ ശരി എന്ന് നോക്കി ത്രാസി വെച്ച് തൂക്കിയിട്ടൊന്നല്ല കേസ് ഏറ്റെടുക്കുന്നത്. ഞാൻ കാർത്തികിന്റെ കേസ് ഏറ്റെടുത്തു, അവന് വേണ്ടി വാദിച്ചു, അത്രേ ഉള്ളൂ. ഇത് കേട്ട് അബി പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട്, എങ്കിലും അച്ഛനോട് ഞാൻ കാര്യം ചോദിച്ചോട്ടെ? അച്ഛൻ പറഞ്ഞല്ലോ കേസ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ കൃത്യമായിട്ട് പാലിക്കുമെന്ന്. അന്ന് കാർത്തിക് കയറി പിടിച്ചത് അച്ഛന്റെ സ്വന്തം മകൾ, അതായത് എന്റെ പെങ്ങള് ദീപ്തിനെയാണ് കാർത്തിക് കയറി പിടിച്ചെങ്കിൽ അച്ഛൻ ഇതുപോലെ കാർത്തികിന്റെ കൂടെ നിൽക്കുമായിരുന്നോ? അപ്പോഴേക്കും അത് കേട്ട് നന്ദിനി പറയണ്ട, നിർത്തടാ, നിനക്ക് ആടാ എന്താ പറയണ്ടെന്ന് അറിയില്ലേ? ഗോവിന്ദനുണ്ണി പറയണ്ട്, അതിന് അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ശരിയല്ലേ? അവന്റെ പെങ്ങളെ ദീപ്തിനെയാണ് അല്ലെങ്കിൽ രാഘവനുണ്ണിയുടെ മകളെയാണ് അവൻ കയറി പിടിച്ചെങ്കിൽ ഈ ഏട്ടന് ആരുടെ കൂടെ നിൽക്കുമായിരുന്നു? അപ്പോഴും നീതി ന്യായം എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നോ? ഇല്ലല്ലോ. അതൊക്കെ കേട്ട് രാഘവന് തല കുമ്പിട്ട് നിൽക്കാണ്. ശേഷം അനുപമ എടുത്ത് പറഞ്ഞു, നീ അനുഭവിക്കും, നീ മാത്രല്ല നിനക്കിതിനു വേണ്ടി കൂട്ടുനിന്നവരെ
ഒക്കെ ഇതിൽ അനുഭവിക്കൂ. ആ പെൺകുട്ടിയുടെ ശാപം ഈ മണ്ണിൽ വീണിട്ടുണ്ട്, അത് നിങ്ങളുടെ തലവഴി ഒരിക്കലും പോവില്ല, മാറി നിക്കടി അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അബിനെ പിടിച്ചു മാറ്റി അബി മുകളിലേക്ക് കയറി, അബിനെ അനുപമനെ പിടിച്ച് തള്ളി അബി മുകളിലേക്ക് പോവാണ്. പോയി കഴിയുമ്പോഴേക്കും രാഘവനോട് അടുത്ത് ഗോവിന്ദനുണ്ണി പറയണ്ട്, കൊള്ളാം ചേട്ടാ, നല്ല ബുദ്ധി തന്റെ ഏട്ടന്റെ. ഒന്ന് ആലോചിച്ചേക്ക്, ഒരു മകന് റൂമിലിട്ട് പൂട്ടി, മറ്റേ മകന് ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് രാവിലെ ഇവിടുന്ന് പറഞ്ഞയച്ചു 5 മണിക്ക്. അവൻ ബിസിനസ് മീറ്റിംഗ് അവിടുത്തെ ഓഫീസിൽ തന്നെ നിൽക്കാനായിട്ട്. കൊള്ളാം. എന്നിട്ട് കാർത്തികിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയേക്കുന്നു. നോക്കിക്കോ, എനിക്ക് ഇവിടുത്തെ ആരും വിശ്വാസമില്ല. പത്മയുടെ മരണത്തിൽ ഇവിടുത്തെ മിക്ക ആൾക്കാരും പങ്കുണ്ട്, എനിക്കത് ഉറപ്പാണ്. എടി രമ്യെ, നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക, വാ പോവാം എന്ന് പറഞ്ഞിട്ട് രമ്യനെ കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോവാണ്. ഇതൊന്നും കേട്ട് രാഘവനും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് അമ്പാടിനെയാണ്. അമ്പാടിയുടെ അടുത്ത് തന്നെ നമ്മുടെ അഞ്ജലി ഇരിപ്പുണ്ട് കേട്ടോ. പെട്ടെന്ന് അമ്പാടിക്ക് ഒരു ബോധം വരുന്നുണ്ട്. ബോധം വന്ന അമ്പാടി സൈഡിലേക്ക് വീഴാൻ വേണ്ടി പോവുകയാണ്. അതിങ്ങനെ മറിഞ്ഞ് വീഴാൻ വേണ്ടി പോകുമ്പോഴേക്കും അഞ്ജലിനെ പിടിക്കണം. അയ്യോ അമ്പാടി അമ്പാടി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അമ്പാടിനെ ശരിക്കും കിടത്തിയിട്ട് ആ ഒരു കട്ടിലിലെ സംഭവങ്ങളൊക്കെ, അതായത് സേഫ്റ്റി ഒക്കെ വേണ്ടി സൈഡിൽ വെക്കണ സംഭവങ്ങളൊക്കെ നിവർത്തി വെക്കാണ്. അമ്പാടി 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 എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വിളിക്കുന്നുണ്ടെങ്കിലും അമ്പാടിക്ക് പിന്നെയും ബോധം നഷ്ടപ്പെട്ടു. അമ്പാടിക്ക് പുതപ്പൊക്കെ നന്നായിട്ട് പൊതിച്ചു കൊടുത്തിട്ട് അഞ്ജലി ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പൊ പോലീസുകാരനെ അവിടെ ഉണ്ട് കേട്ടോ. പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, സാർ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ അർജുൻ അവിടേക്ക് വരുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട്, സാർ എന്തെങ്കിലും പോയി കഴിച്ചോ? അത് ഞാനിവിടെ ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ ഇല്ലേ, സാറ് പോയി കഴിച്ചിട്ട് വാ. ശരി, എന്നൊരു 10 മിനിറ്റ് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. അത് കഴിയുമ്പോഴേക്കും അർജുനോട് ചോദിക്കണ്ട അഞ്ജലി, അമ്പായുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? പറഞ്ഞു, പക്ഷേ ഇവിടെ അപകടമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അവരുടെ മുഖത്ത് നോക്കി ഞാൻ കള്ളം പറഞ്ഞു അഞ്ജലി. അവരോട് ഞാൻ പറഞ്ഞു ഒരു കൃഷി ആവശ്യത്തിന് വേണ്ടി അവനെ ആന്ധ്രയിലേക്ക് പറഞ്ഞു വെച്ചിരിക്കുക, 3 ദിവസം കഴിയുമ്പോഴേ തിരിച്ചു വരുവുള്ളൂ എന്ന്. അവരുടെ മുഖം കണ്ടപ്പോ എനിക്ക് ആകെ വിഷമമായി. അവരോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായപ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് ചെയ്തത്. പക്ഷെ അവർക്ക് സംശയമൊന്നും ഇല്ല കേട്ടോ എന്ന് പറയാണ്. അല്ല, ആ ജലജ ചേച്ചിയുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അത് എന്തായാലും നന്നായി, അവരെയൊന്നും ഇപ്പൊ വിവരം അറിയിക്കേണ്ട. അമ്പാടി ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, എന്നിട്ട് നമുക്ക് പറയാം എന്ന് പറയാണ്. ശേഷം അഞ്ജലി അടുത്ത് അർജുൻ ചോദിക്കണ്ടേ, നാളെ പത്മയുടെ ബോഡി കിട്ടുമ്പോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടുമ്പോഴേക്കും നമ്മള് ഏറ്റെടുത്ത് നമ്മൾ സംസ്കരിക്കണ്ടേ അഞ്ജലി? പത്മക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? വിവരം എന്തെങ്കിലും അറിയിക്കണ്ടേ? പത്മക്ക് ബന്ധുക്കൾ ആരുമില്ല, പക്ഷെ അവളുടെ വായന അറിയാതെ ഞാനൊരു ദിവസം അവൾക്കൊരു ബന്ധുള്ള കാര്യം ഞാൻ അറിഞ്ഞു. എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോ അഞ്ജലി അന്ന് നടന്ന സംഭവം പറയണ്ട്. അഞ്ജലിയും പത്മയും കൂടി പോസ്റ്റ് ഓഫീസിന്റെ വഴി കൂടി പോകുമ്പോ ചേച്ചി നിർത്ത് എന്ന് പത്മ പറഞ്ഞേ. അപ്പൊ അഞ്ജലി ചോദിച്ചു, എന്താ പത്മ ഈ പോസ്റ്റ് ഓഫീസ് നിർത്തരുത്? അതോ, എനിക്ക് ഇവിടെ ഒരാൾക്ക് മണി ഓർഡർ അയക്കാനുണ്ട്. അത് കൊള്ളാലോ, ഈ കാലത്ത് മണി ഓർഡറോ? എന്റെ പത്മി, നീ 20 വർഷം മുമ്പാണോ ജീവിക്കുന്നത്? അതല്ല ചേച്ചി, എന്റെ അച്ഛന്റെ ഒരു പെങ്ങളുണ്ട്, കുഞ്ഞീന്നാ ഞങ്ങളെ വിളിക്കണത്. പുള്ളിക്കാരത്തേക്ക് ചെറിയൊരു കുടിലുണ്ടായിരുന്നു, മഴയൊക്കെ പെയ്ത് അത് നശിഞ്ഞു പോയി. പിന്നെ ആരും നോക്കാനാണ്ട് ഇപ്പൊ അവിടെ ഒരു അനാഥാലയത്തിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല ഇടുക്കിയിൽ, കുമാരി എന്ന് പറഞ്ഞ സ്ഥലപ്പേരുള്ള, അതെ രാജകുമാരി, അവിടെയാ നിൽക്കുന്നത്. ഞാൻ എല്ലാ മാസവും ചെറിയൊരു തുക അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും, പിന്നെ ചെറിയൊരു തുക നീക്കിയിരിപ്പായിട്ട് വെക്കും. വേറൊന്നിനും അല്ല ചേച്ചി, ഒരു സമയത്ത് എനിക്കൊരു വീട് വെക്കണം, ചെറിയൊരു വീട്, എന്നിട്ട് കുഞ്ഞിനെ എന്റെ കൂടെ നിർത്തണം, അതാ എന്റെ ആഗ്രഹം. കൊള്ളാൻ പറ്റുമേ, നിന്റെ ആഗ്രഹമൊക്കെ സാധിക്കും എന്ന് അഞ്ജലി പറയുകയും ചെയ്തു. അപ്പൊ അത് നമ്മുടെ അർജുനോട് പറയാണ് അഞ്ജലി. അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് അമ്പാടിക്ക് ഫിക്സ് പോലെ വന്നിട്ട് വായെന്ന് പതേ നൊരയൊക്കെ വരുവാണ്. അപ്പൊ അഞ്ജലിയും അർജുനും പുറത്താട്ടോ. അമ്പാടി റൂമിൽ അകത്തിരുന്നിട്ട് ഇങ്ങനെ ഫിക്സ് വന്ന പോലെ ഇങ്ങനെ കാണിക്കുകയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.